പെട്ടെന്നുള്ള മരണങ്ങളോ അല്ലായ്മകളോ നമ്മൾ പുതിയ മൗലൂദ് ദുആ ചെയ്യാം. അതിനുശേഷം ഇവിടെ പിന്നെ ചില പരിപാടികളൊക്കെ ഉണ്ട്. സമ്മാനം വിതരണങ്ങൾ, ഡിസ് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അതിന് മുമ്പ് നമ്മൾ ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് 1 മുതൽ ഇതുവരെ ഭക്ഷണം തന്ന എല്ലാ ആളുടെയും സഹകരണം അല്ലാഹു സ്വീകരിക്കുന്നത്. ആരൊക്കെയാണെന്ന് ശേഷം ഇവിടെ പറയും. അതുപോലെ തന്നെ മറ്റ് പലഹാരങ്ങളായി പായസമായി ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരൊക്കെ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു കബൂൽ ചെയ്യുകയും പ്രതിഫലം നിർമ്മിക്കുകയും ചെയ്യുക. അല്ലാഹു ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെ കുറിച്ച് ജനങ്ങളോട് കൈനീട്ടി ഇറങ്ങി ചികിത്സിക്കേണ്ട മാരകമായ രോഗങ്ങളെ കുറിച്ച് ഞങ്ങൾ ഈ നാട്ടുകാരെ കാക്കണേ. നമ്മുടെ ഈ സംഘത്തിൻ്റെ അജയ്യനായ അംഗക്കാരെ സർവ്വധർമ്മനായ അബൂബക്കർ ഹാജി, പ്രിയപ്പെട്ട ഹാജിക്കാവർക്ക്, അതുപോലെ തന്നെ നമ്മുടെ സംഘത്തിൻ്റെ കർമ്മോത്സവനായ ട്രഷറർ നവാസ് അബൂബക്കർ, അതുപോലെ നമ്മുടെ ഈ പ്രദേശക്കാരനായ മുഹമ്മദ് സാഹിബ്, അതുപോലെ സമ്മതക്ക, മറ്റ് നമ്മുടെ ഈ സമ്മതശാൻ പ്രദേശത്ത് കാലങ്ങളായ മത സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ മേന്മയോ മഹിമയോ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ നമുക്കിവിടെ അതേ അർത്ഥത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ അതിന് അല്ലാഹുവിനോട് ഒരുപാട് ശുദ്ധ ചെയ്ത് അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിവിടെ ഈ സംഘം ആരംഭിച്ചിട്ട് ഏകദേശം 97ൻ്റെ അവസാന നാളുകളിലാണ് നമ്മുടെ ഈ സംഘം രൂപീകൃതമാകുന്നത്. അന്ന് ആ കാലം മുതൽ തന്നെ പല രീതിയിൽ നമ്മുടെ പ്രദേശത്ത് നേരത്തെ ഷമീർ ദുആ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ്. ഇന്ന് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഭക്ഷണം തന്നിട്ടുള്ളത് റഷീദൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ്. അത് കാരണമായിട്ടാണ് ഭക്ഷണം നൽകിയിട്ടുള്ളത്. നമുക്കത് സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ കബർ സ്വർഗ്ഗമായി. പിന്നെ ഈ യോഗത്തിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹാജിക്കാവരുടെ ആഗ്രഹം ചെയ്തു. السلام عليكم. الحمد لله والصلاة والسلام മറ്റു സഹോദരങ്ങൾ, വളരെ ശ്രേഷ്ഠമായ ഒരു സദസ്സിലാണ്. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على من جاء رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد إن يريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദ്, അതുപോലെ നമ്മുടെ ഹാജിക്ക ഷമർ സാഹിബ്, അതുപോലെ തന്നെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കുഞ്ഞുങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹു ഈ ഇരുത്തം ഒരു പൊരുത്തത്തിലാക്കി തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഗമമായി ഇതുവരെ ഓരോ അനക്കത്തിനും പൊരുത്തത്തിനും എല്ലാം സഹകരിച്ച എല്ലാ അനക്കങ്ങളും ആക്കാത്ത സക്കനാത്ത് എല്ലാം അല്ലാഹു നാളെ ആഖിറത്തിൽ മുതൽക്കൂട്ടാക്കി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി മൗനമായി ദുആ ചെയ്യുകയാണ്. മുഖ്യ പ്രഭാഷണം എന്നറിയുമ്പോൾ വലിയൊരു പ്രഭാഷണമൊന്നുമില്ല. ഒരു ബർക്കത്തിന് വേണ്ടി ഒരു ചെറിയ കാര്യം പറയാത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ വാക്കും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളത് കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിൽ പ്രഭാഷണം നടത്തുമ്പോഴൊക്കെ കുട്ടികൾക്ക് പ്രസംഗം കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ പറയണതാണ് ഒരു ഹദീസ് ഉണ്ട്, ചെറുപ്പത്തിലേ കേട്ടതാണ്. പക്ഷെ അതിന്റെ ഗൗരവം വളരെ പ്രധാനമാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതും ഓരോ സമയത്തും ഓരോ ദിവസവും അത് നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം.
നമ്മളെപ്പോഴും പറയും ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ മുഴുവൻ സമ്പത്ത്, അതിനേക്കാൾ എല്ലാത്തിനും ഉപരി നമ്മുടെ സ്വന്തം ശരീരം, ഈ കാണുന്ന എല്ലാ വസ്തുക്കളെക്കാളും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിട്ടുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അതായത് നമ്മുടെ ശരീരത്തിനേക്കാൾ കൂടുതൽ അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ചിന്തിക്കുന്നുണ്ടോ നമ്മൾ പരിശോധിച്ച് നോക്കണം. എല്ലാ ദിവസവും കടക്കണിന് മുമ്പ് എന്റെ ഹബീബിനെ ഞാൻ സ്നേഹിച്ചിട്ടില്ലേ? എല്ലാ ദിവസവും ചിന്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒരാളെ സ്നേഹിക്കുക? നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടാൽ അതിന്റെ ഒന്നാമത്തെ അടയാളാണ് ആ ആളെ അനുകരിക്കുക എന്നുള്ളത്, ആ ആള് അനുധാവനം ചെയ്യുക എന്നുള്ളത്, ആ ആളെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം വരിക എന്നുള്ളത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഹബീബിനെ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒന്നാമത്തെ തെളിവാണ് അവിടുത്തെ സുന്നത്തിനെ ഹയാത്താക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാല് നമ്മള് എണീക്കും, അൽഹംദുലില്ലാഹി അൽദി അഹ്യാനി ബഅദ മാ മാതനി വഇലൈഹി നുശൂർ. അല്ലാഹുവേ ഈ മരിച്ചു കിടന്ന നമ്മൾ എണീക്കുമ്പോൾ അൽഹംദുലില്ലാഹി അൽദി അഹ്യാനി ബഅദ മാ മാതനി വഇലൈഹി നുശൂർ എന്ന് ദിക്ർ ചൊല്ലി നമ്മൾ എണീക്കുന്നു. 10 കൂലി സുന്നത്താണല്ലോ. അങ്ങനെ നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ബാത്റൂമിലേക്ക് കാലെടുക്കുമ്പോൾ സുന്നത്തുണ്ട്. എന്താ ചെയ്യണ്ടേ? ഇടത് കാലം മുന്തിക്കണം, അതൊരു സുന്നത്താണ്. രണ്ടാമത്തെ കൂലി. അപ്പൊ എത്രയായി? 20 കൂലി. ഇനി നമ്മള് ബാത്റൂമിലേക്ക് കയറുമ്പോൾ വേറെ സുന്നത്തിന്റെ തല മറക്കുക എന്നുള്ളത്, അതിനുണ്ട് 10 കൂലി. അള്ളാഹുവേ മോനെ അവരെ മാതാപിതാക്കൾക്ക് വീട്ടിലും നല്ലൊരു കണിയായി മോനായി ആമീൻ. എല്ലാവിധ ഹൈറാത്തുകളും അള്ളാഹു നൽകട്ടെ. അവർ പഠിക്കുന്ന അടുത്തതായിട്ട് നവാസ് സമദ് സാഹിബ്, പിന്നെ മുസ്തഫ, പിന്നെ റഹ്ബായി, സിനാൻ, മുഹമ്മദ്, മുഹമ്മദ്. 7 പേരാണ് ഈ വർഷം മൗലൂദിൽ ഇവർ ചെയ്ത സേവനമുള്ള സ്വീകരിക്കട്ടെ. സമ്മതിക്കാൻ ജോലിയിലും കച്ചവടത്തിലും മറ്റു മാർഗങ്ങളിലും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അഷ്റഫ് നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് തങ്ങൾ, മാഷാ അല്ലാഹ്, സയ്യിദ് തങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഭക്ഷണം പാകം ചെയ്ത് നമുക്ക് കൊണ്ടുവരുന്ന വെളുപ്പ് തീറ്റിച്ചു വിട്ടാണ് ചെയ്യുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെ നവാസിന്റെ കാര്യം പറയേണ്ട, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ കുടുംബത്തിലൊന്നും മരിച്ചവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. പിന്നെ ഷഫീഖ് മാഷാ അല്ലാഹ്, ഇവിടെ നമ്മളൊക്കെ പോയാലും ഇവിടുത്തെ ഖിദ്മത്തൊക്കെ ചെയ്തിരുന്നു എന്നാണ് അറിയാത്തത്. റഹീസ് ആരാണെന്ന് അറിയില്ല, ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. മാഷാ അല്ലാഹ്, അല്ലാഹു ചെയ്യട്ടെ. പിന്നെ ജഫ്സൽ അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെ അയ്യൂബ് ക്രമം തെറ്റിയതൊന്നും ചേർക്കണ്ട, അവിടെ ഇതിനനുസരിച്ച് അയ്യൂബിൽ നിന്നും സംശയം ഞാൻ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവരൊക്കെ ചെറുപ്പക്കാരാണ്, അതാണ് ഇവർക്ക് ചേർക്കുന്നത്. മറ്റുള്ളവർക്ക് ഇതൊരു പ്രോത്സാഹനവും ഒരു പിന്നെ മറ്റു ഈ മേഖലയിലേക്ക് തിരിയാനുള്ള ഒരു പ്രേരണയുമായി അയ്യൂബിന് സംശയം ഉണ്ടാവും.